മുഖ്യമന്ത്രിയെ ഫിനിക്സ് പക്ഷിയായും പടനായകനായും വിശേഷിപ്പിച്ചുള്ള വാഴ്ത്തുപാട്ട് മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ പാടില്ല. സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷൻ കെട്ടിടം നാടമുറിച്ച് മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യുമ്പോൾ സെൻട്രൽ സ്റ്റേഡിയത്തിൽ ഗാനം ആലപിക്കും. വിവരങ്ങളുമായി അലക്സ് റാം മുഹമ്മദ് വിവരങ്ങളുമായി ചേരുന്നു. അലക്സ്, എന്തായാലും അങ്ങേയറ്റം വാഴ്ത്തുക്കൾ നിറഞ്ഞ ആ പാട്ട് പാടേണ്ടതില്ല എന്ന് തീരുമാനിക്കുന്നില്ല വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ. ആ വാഴ്ത്തുപാട്ട് മുഴങ്ങിക്കോട്ടെ, പക്ഷേ മുഖ്യമന്ത്രി വേദിയിലിരുന്ന് അത് കേൾക്കുക എന്ന് പറയുന്നതിനകത്തൊരു അഭംഗിയുണ്ട്. അത് വേണ്ടാന്ന് തീരുമാനിക്കുകയാണോ? ഹാഷ്മി, തീർച്ചയായും ഒരുപക്ഷെ അത് വിവാദമായതിന്റെ പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രി തന്നെ ഒരുപക്ഷെ കേരള സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷൻ നിർദ്ദേശം കൊടുത്തതാകാം. എന്താണെങ്കിലും ഒരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നു. ആ പാട്ട് പാടും, പക്ഷെ മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ ആ വാഴ്ത്തുപാട്ട് പാടില്ല എന്നാണ് കേരള സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷന്റെ നിലവിലെ തീരുമാനം. ഹാഷ്മി നേരത്തെ സൂചിപ്പിച്ചതുപോലെ മുഖ്യമന്ത്രി പിണറായി വിജയനെ ഫിനിക്സ് പക്ഷിയായും ചെമ്പടയ്ക്ക് കാവലാളായും പടനായകനെന്നുമൊക്കെ വിശേഷിപ്പിച്ചുള്ള വാഴ്ത്തുപാട്ടാണ് ഈ കേരള സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷന്റെ സിൽവർ ജൂബിലി കെട്ടിടം ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഇവർ പുറത്തിറക്കിയത്. ഈ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നടക്കുന്നത് ഊറ്റുകുഴിയിലാണ്. 12 മണിക്കാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ അവിടെ നാടമുറിച്ച് കെട്ടിടം ഉദ്ഘാടനം ചെയ്യുന്നത്. അതിന്റെ പൊതുസമ്മേളനം നടക്കുന്നത് സെൻട്രൽ സ്റ്റേഡിയത്തിലാണ്. ആ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി ഈ ഊറ്റുകുഴിയിൽ നാടമുറിക്കുന്ന സമയത്ത് 100 വനിതകൾ ചേർന്ന് സെൻട്രൽ സ്റ്റേഡിയത്തിൽ ഈ ഗാനം ആലപിക്കാനാണ് നിലവിൽ എംപ്ലോയീസ് അസോസിയേഷൻ തീരുമാനിച്ചിട്ടുള്ളത്. പാട്ടിൽ നിന്ന് പിന്നോട്ടില്ല, പക്ഷേ മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ പാടേണ്ടതില്ല എന്നുള്ളതാണ് തീരുമാനം. പൊതുഭരണ വകുപ്പിലെ ക്ലർക്കായിരുന്ന പൂവത്തൂർ ചിത്രസേനാണ് ഈ ഗാനം രചിച്ചത്. ഈ ഗാനം പുറത്തു വന്നതിന് പിന്നാലെ മുഖ്യമന്ത്രി അടക്കം ഇതിൽ പ്രതികരിച്ചിരുന്നു. അദ്ദേഹം പറയുന്നത് ഇത്തരത്തിൽ സ്തുതി ഗാനങ്ങളോട് അല്ലെങ്കിൽ വ്യക്തിപൂജയോട് അങ്ങനെ താല്പര്യമുള്ള ആളുകളല്ല കമ്മ്യൂണിസ്റ്റുകാരെന്ന് അദ്ദേഹം പറയുന്നു. പക്ഷേ എല്ലാവരും ഇങ്ങനെ വിമർശിക്കുമ്പോൾ ആരെങ്കിലുമൊക്കെ നല്ലത് പറയുന്നതിൽ മാധ്യമങ്ങൾക്ക് അത് അത്ര സുഖിക്കുന്നില്ല എന്ന അർത്ഥത്തിലൊരു മറുപടിയാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായത്. പ്രതിപക്ഷ നേതാവടക്കം രൂക്ഷമായ വിമർശനം ഇതിൽ ഉന്നയിച്ചിരുന്നു. എന്നാൽ 12 മണിക്ക് നമുക്ക് കാണാം ഈ സെൻട്രൽ സ്റ്റേഡിയത്തിൽ 100 വനിതകൾ ചേർന്ന് ഈ പാട്ട് പാടിക്കും. അതേ സമയത്ത് മുഖ്യമന്ത്രി ഊറ്റുകുഴിയിൽ ഈ കെട്ടിടത്തിന്റെ സിൽവർ ജൂബിലി കെട്ടിടത്തിന്റെ നാടമുറിക്കുകയും ചെയ്യും. അശ്വിൻ, അലക്സ് റാം മുഹമ്മദാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ വേദിയിൽ ഇരിക്കുക എന്തായാലും ആ വാഴ്ത്തുപാട്ട് കേൾക്കുന്നില്ല. ഈ പറയുന്ന വ്യക്തികളെ വാഴ്ത്തിപ്പാടുന്ന പാട്ടൊന്നും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ പുതുമയായിരുന്നില്ല അടുത്ത കാലം വരെ. പക്ഷേ ഈ കാലത്ത് അങ്ങനല്ല. ഈ അടുത്ത കാലത്ത് ഈ പറഞ്ഞ ഒരുപാട് പാട്ടുകളൊക്കെ ഇറങ്ങുന്നുണ്ട്. അത് ഒരുപക്ഷെ ആ രീതി CPM-ൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ മാറിയതുമാകാം.